2024 നീറ്റ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14 മുതലായിരിക്കും കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 14 മുതൽ 16 വരെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നും എത്ര സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും. ഓഗസ്റ്റ് 14 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ടൈം അവൈലബിൾ ആയിട്ടുള്ളത്. ഓഗസ്റ്റ് 21 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 3 മണി വരെ ടൈം അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോയ്സ് ഫില്ലിങ്ങും അതുകൂടാണ്ടുള്ള ചോയ്സ് ലോക്കിങ്ങും എനേബിൾ ആകുന്നത് ഓഗസ്റ്റ് 16 മുതലായിരിക്കും. ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 20 രാത്രി 11:55 വരെ നമുക്ക് ചോയ്സസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ചോയ്സ് ലോക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈം അവൈലബിൾ ആയിട്ടുള്ളത് ഓഗസ്റ്റ് 20 രാത്രി 11:55 വരെ നമുക്ക് ചോയ്സ് ലോക്കിങ് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത് 21 22 കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യും. അതിനുശേഷം 23 റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. 24 മുതൽ 29 വരെ എന്തുണ്ട്, നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് 30 31 ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കൗൺസിലിങ്ങിനുള്ള സീറ്റ് മെട്രിക്സ് സെപ്റ്റംബർ 4 5 കൊണ്ട് സെക്കൻഡ് റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ സീറ്റ് മെട്രിക്സ് അനൗൺസ് ചെയ്യും. അതിനുശേഷം സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 10 വരെ നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയെ സംബന്ധിച്ചിട്ട് എല്ലാ റൗണ്ടിലും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. സോ സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. അതുകൂടാണ്ട് സെപ്റ്റംബർ 10 ഈവനിങ് 3 മണി വരെ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതിനുശേഷം സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 10 വരെ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും അവൈലബിൾ ആണ്. സെപ്റ്റംബർ 10 രാത്രി 11:55 വരെ ആയിരിക്കും നമുക്ക് ചോയ്സ് ഫില്ലിങ് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ചോയ്സ് ലോക്കിങ്ങും സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 10 വരെ രാത്രി 11:55 വരെ നമുക്ക് ചോയ്സസ് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആയിരിക്കും. സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി 2 ദിവസങ്ങളാണ് മാറ്റിവെച്ചിട്ടുള്ളത്, സെപ്റ്റംബർ 11 12. വൺസ് 12 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 13 അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജോയിനിങ്ങിന് വേണ്ടി സെക്കൻഡ് റൗണ്ടിൽ 7 ദിവസങ്ങളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 20 വരെയാണ് ജോയിനിങ്ങിന് വേണ്ടി ടൈം മാറ്റിവെച്ചിട്ടുള്ളത്. ദെൻ സ്റ്റുഡൻസ് ജോയിൻ ആയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഡേറ്റാസ് വെരിഫൈ ചെയ്യാനായിട്ട് സെപ്റ്റംബർ 21 22 മാറ്റിവെച്ചിട്ടുള്ളത്. അതിനുശേഷം വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ തേർഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്, മൂന്നാമത്തെ റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 25 26 എത്ര സീറ്റ്സ് വേക്കൻ്റ് ഉണ്ട്, ഇനി ഏതെങ്കിലും പുതിയ കോളേജസ് ആഡ് ആവുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പഠിച്ചതിന് ശേഷം സെപ്റ്റംബർ 25 26 കൊണ്ട് ടോട്ടലായിട്ടുള്ള സീറ്റ് മെട്രിക്സ് അനൗൺസ് ചെയ്യും. അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ എനേബിൾ ആവുന്നത് സെപ്റ്റംബർ 26 മുതലാണ്. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെ നമുക്ക് രജിസ്ട്രേഷൻ എനേബിൾ ആയിരിക്കും. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 3 മണി വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുമുണ്ട്. ദെൻ ചോയ്സ് ഫില്ലിങ് സെപ്റ്റംബർ 27 മുതൽ 2 വരെ നമുക്ക് ചോയ്സസ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ചോയ്സ് ലോക്കിംഗ് എനേബിൾ ആവുന്നത് ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 4 മണി മുതൽ രാത്രി 11:55 വരെയാണ് നമുക്ക് ചോയ്സ് ലോക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ചോയ്സ് ലോക്കിംഗ് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് ഒക്ടോബർ 3 4 തീയതികളിലായിരിക്കും അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഒക്ടോബർ 5 തേർഡ് റൗണ്ടിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഒക്ടോബർ 6 മുതൽ 12 വരെയുള്ള 7 ദിവസങ്ങളാണ് സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം വൺസ് സ്റ്റുഡൻസ് 12 കൊണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ
13, 14, 15 ഈ ഒരു 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ടൈമാണ്. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 4ാമത്തെ റൗണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസി കൗൺസിലിംഗ് ആണ്. ഫൈനലായിട്ട് വരുന്ന വേക്കൻസീസുകളെല്ലാം ഓൺലൈനായിട്ട് തന്നെയായിരിക്കും 4ാമത്തെ റൗണ്ടിലും അലോട്ട്മെൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. 4th റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ്, സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16-ാം തീയതി ആയിരിക്കും അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ടൈം അവൈലബിൾ ആണ്. ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും 17 മുതൽ 20 വരെ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിനും ലോക്കിങ്ങിനും ടൈം അവൈലബിൾ ആണ്. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് ഒക്ടോബർ 21-നും 22-നുമായിരിക്കും അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 23-ാം തീയതി ആയിരിക്കും. റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ 24-ാം തീയതി മുതൽ ഒക്ടോബർ 30-ാം തീയതി വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുള്ളത്. സോ കറൻ്റ്ലി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഡ്മിഷൻ പ്രോസസ്സുകളും ഒക്ടോബർ 30-ാം തീയതിയോടുകൂടെ തന്നെ അവസാനിക്കുമെന്ന രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും ഇന്ത്യയിലെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.